ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 നവംബർ 2 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 105-ാം സ്ഥാനത്ത്. 127 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ ഗുരുതര വിഭാഗത്തിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 27.3 ഇന്ത്യയുടെ സ്കോർ. യൂറോപ്യൻ സർക്കാരേതര സംഘടനകളായ കൺസേൺ വേൾഡ് വൈഡും വേൾഡ് ഹങ്കർ ഹെൽപ്പും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത്. ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന 5 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇന്ത്യ. ഇന്ത്യയിൽ 23.4 കോടി ആളുകളാണ് ദരിദ്രരായുള്ളത്. പാകിസ്ഥാൻ, എത്യോപ്യ, നൈജീരിയ, കോങ്കോ എന്നിവയാണ് മറ്റു 4 രാജ്യങ്ങൾ. 2023 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111-ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യൻ ജനസംഖ്യയുടെ 13.7% പോഷകാഹാരക്കുറവുള്ളവരാണ്. 5 വയസ്സിന് താഴെയുള്ള 35.5% കുട്ടികൾക്കും വളർച്ച മുരടിപ്പുണ്ട്. 2.9% പേർ 5 വയസ്സിനു മുൻപ് മരിക്കുന്നുമുണ്ടെന്നാണ് റിപ്പോർട്ട്. ദേശീയ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംബാസിഡറായി ചലച്ചിത്ര താരം രശ്മിക മന്ദാനയെ നിയമിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് സൈബർ സുരക്ഷ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടിയെ അംബാസിഡറായി നിയമിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത റോബോട്ടായ എയ്ഡ വരച്ച ചിത്രം ലേലത്തിനൊരുങ്ങുന്നു. ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞനും മോഡേൺ കമ്പ്യൂട്ടറിംഗിന്റെ പിതാവുമായ അലൻ ട്യൂറിംഗിന്റെ ഛായാചിത്രമാണ് ലണ്ടനിൽ ലേലത്തിനു വയ്ക്കുന്നത്. ആദ്യമായാണ് ഒരു റോബോട്ടിന്റെ കലാസൃഷ്ടി ഇത്തരത്തിൽ ലേലത്തിനു വയ്ക്കുന്നത്. സ്റ്റാർഷിപ്പിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വന്ന സൂപ്പർ ഹെവി റോക്കറ്റിനെ യന്ത്രകൈകളുടെ സഹായത്തോടെ സുരക്ഷിതമായി നിലത്തിറക്കി സ്പേസ് എക്സ്. ഒക്ടോബർ 13 നടത്തിയ 5-ാം സ്റ്റാർഷിപ്പ് പരീക്ഷണത്തിലാണ് ഇത് സംഭവിച്ചത്. ടെക്സസിലെ ബൊക്കാച്ചിയയിൽ നിന്നായിരുന്നു പരീക്ഷണം. 12 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഒരു ബഹിരാകാശ വിക്ഷേപണ വാഹനത്തെ വിക്ഷേപണത്തിന് ശേഷം ഭൂമിയിൽ സുരക്ഷിതമായി പിടിച്ചെടുത്തത് മെക്കാസില എന്ന യന്ത്രകൈകളാണ്. 250 ടൺ ഭാരമാണ് മെക്കാസിലയ്ക്ക് ഉള്ളത്. ഭാവിയിൽ ഭാരം കുറച്ചേക്കുമെന്ന് സ്പേസ് എക്സിന്റെ മേധാവി ഇലോൺ മസ്ക് പറഞ്ഞു. എഞ്ചിൻ ലാൻഡ് ചെയ്യുമ്പോൾ പ്രവേഗം 0-ലെത്തുകയും മെക്കാസില സ്റ്റാർഷിപ്പിനെ പിടികൂടുകയുമാണ് ചെയ്യുന്നത്. 121 മീറ്റർ വലിപ്പമുള്ള കരുത്തേറിയ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ്. ഇതിലെ 71 മീറ്റർ വരുന്ന ഹെവി ബൂസ്റ്റർ ഭാഗത്തെയാണ് തിരികെ ലാൻഡ് ചെയ്യിച്ചത്. ഇതിനു മുൻപ് നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം റോക്കറ്റ് ബൂസ്റ്ററിനെ കടലിൽ പതിപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സമ്പൂർണ്ണ ഇ-സ്റ്റാമ്പിംഗ് സേവനം നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ഇതുവഴി വെണ്ടർമാർ മുഖേന മുദ്ര പേപ്പർ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാകും. രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളുടെ പോർട്ടലുകൾ സംയോജിപ്പിച്ച് എൻ്റെ ഭൂമി എന്ന പോർട്ടലിലൂടെ സേവനങ്ങൾ ലഭ്യമാകും. എല്ലാ മൂല്യത്തിലുമുള്ള മുദ്രപത്രങ്ങൾ ഇ-സ്റ്റാമ്പിംഗിലൂടെ ലഭിക്കും. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതിയിലെ 2ാമത്തെ മുതിർന്ന ജഡ്ജിയായ സഞ്ജീവ് ഖന്ന ചുമതലയേൽക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നവംബർ 10 വിരമിക്കും. ആദ്യകാല നാടക സിനിമാ ഗായിക മാചാട്ട വാസന്തി അന്തരിച്ചു. 13-ാം വയസ്സിൽ പാടിയ പച്ചപ്പനം തത്തേ എന്ന പാട്ടിലൂടെയാണ് ശ്രദ്ധേയായത്.
MS ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ച തിരമാല എന്ന ചിത്രത്തിലാണ് ആദ്യമായി പാടിയത്. ഓളവും തീരവും എന്ന സിനിമയിലെ മണിമാരൻ തന്നത് പണമല്ലേ എന്ന പാട്ട് വാസന്തിയെ ജനപ്രിയ ഗായികയാക്കി. ആദ്യകാല മലയാള നടിയും പ്രേം നസീറിന്റെ ആദ്യ നായികയുമായ നെയ്യാറ്റിൻകര കോമളം അന്തരിച്ചു. 1952 പ്രേം നസീറിന്റെ ആദ്യ നായികയായി മരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. പട്ടികവർഗ യുവാക്കൾക്ക് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും അവരെ സ്വയം പര്യാപ്തരാക്കാനുമായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി. ഉത്തരം കേട്ടിക്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് പ്രഖ്യാപിച്ച മൂന്നാമത്തെ സംസ്ഥാനം. ഉത്തരം തെലങ്കാന. പുനർനിർമ്മിച്ച ഏത് സർവകലാശാലയിലാണ് ഹെഡ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടക്കാനിരിക്കുന്നത്? ഉത്തരം നളന്ദ. ഇസ്ലാമാബാദിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ചൈനയുടെ ഏത് പദ്ധതിയോടാണ് ഇന്ത്യ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്? ഉത്തരം വൺ ബെൽറ്റ് വൺ റോഡ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ഇടം പിടിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ? ഉത്തരം നീതു ഡേവിഡ്. കേന്ദ്ര ആഭ്യന്തര സുരക്ഷാകാര്യ സ്പെഷ്യൽ സെക്രട്ടറിയായി ചുമതലയേറ്റത്? ഉത്തരം പ്രവീൺ വസിഷ്ഠ. ലൈംഗിക വീഴ്ചയിലേർപ്പെടുന്നത് കുട്ടികൾ കാണാനിടയാക്കുന്നത് പോക്സോ കുറ്റത്തിൽ ഉൾപ്പെടുമെന്ന് പ്രസ്താവിച്ച കോടതി? ഉത്തരം കേരള ഹൈക്കോടതി. പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി? ഉത്തരം ഇന്ത്യ. കാർഷിക യോഗ്യമായിരുന്നിട്ടും വെറുതെ കിടക്കുന്ന ഭൂമി കണ്ടെത്തി കൃഷിയോഗ്യമാക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി? ഉത്തരം നവോത്ഥാൻ. ഒക്ടോബറിൽ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനാപതിയായി നിയമിതനായത്? ഉത്തരം ഐശാന്ത് അസീമ. റഷ്യയിലേക്കുള്ള നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിതരണക്കാരായി മാറിയ രാജ്യം? ഉത്തരം ഇന്ത്യ. ഹരിയാനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ മുഖ്യമന്ത്രി? ഉത്തരം നയാബ് സിംഗ് സൈനി. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഉൾപ്പെടെ 6 നയതന്ത്ര ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട രാജ്യം? ഉത്തരം കാനഡ. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് 14 വർഷത്തിനു ശേഷം കമ്മീഷൻ ചെയ്ത കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി? ഉത്തരം തൊട്ടിയാർ. 6 വർഷത്തെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച ശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന ഇന്ത്യൻ കേന്ദ്ര ഭരണ പ്രദേശം? ഉത്തരം ജമ്മു കാശ്മീർ. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത്? ഉത്തരം ISRO ചെയർമാൻ S. സോമനാഥ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത്? ഉത്തരം പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നതെവിടെ? ഉത്തരം മറ്റത്തൂർ. സായുധ സേനകൾക്കായി 31 പ്രെഡേറ്റർ MQ-9B ഡ്രോണുകൾ വാങ്ങുന്നതിന് ഏത് രാജ്യവുമായുള്ള കരാറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത്? ഉത്തരം US. ഇതോടെ 2024 നവംബർ 2 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.